വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കേണ്ടത് കടക്കപ്പായിൽ നിന്ന് ഇവിടെ എവിടെയാണ് ഈ പോകുന്നതെന്ന്. ഞാൻ കടക്കപ്പായിൽ നിന്നൊന്നും അല്ലെന്നേ പോകുന്നത്. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റു. നമ്മുടെ AB എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് നമ്മുടെ ഫോണിൽ. നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ പോയ സമയത്ത് ഈ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഓപ്പൺ ആക്കി ഇത് വർക്ക് ചെയ്യുന്നില്ല. ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ അയക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ റെൻറ്റ് കൊടുക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ആകെ ആപ്പിലായ പോലായി എൻ്റെ ആപ്പണ്ണ. ഒന്നും പറയണ്ട ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവുകയാണ്. ഇതാണ് ഇട്ടുകൊണ്ട് പോകുന്ന വേഷമൊക്കെ. പിന്നെ ഉണ്ട് ഈ ചാക്കും ഉണ്ട്. ഈ ചാക്കും അങ്ങോട്ടും എടുത്ത് കയറ്റി കുറച്ച് മേക്കപ്പ് ഇട്ടുകൊണ്ട് അവിടെയാണ് വലിച്ചു വാരി ഇട്ടേക്കുന്നതൊക്കെ എൻ്റെ മേക്കപ്പ് സെറ്റൊക്കെ. അപ്പോൾ നമുക്ക് ഒരുങ്ങാം വാ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തിനകത്തൊക്കെ കണ്ട് ഡോട്ട് ആൻഡ് കീ നല്ലതാണെന്ന്. അപ്പോൾ അതേലും ഒരെണ്ണം വാങ്ങിച്ച് നാട്ടിൽ പോയ സമയത്ത് അതേലും ഒരെണ്ണം വാങ്ങിച്ച് വെച്ച് പിന്നെ ഈ സ്റ്റോപ്പ് ക്രീം ഇത് പുരട്ടിക്കഴിഞ്ഞാൽ എല്ലാം റോസാകും എന്നാണ് പറയുന്നത്. മുഖമൊക്കെ വെളുക്കാൻ തേച്ചത് വാണ്ടാവായിരുന്ന കൊള്ളാം. നോക്കാം നമുക്ക്. അപ്പോൾ ഇത് കുറച്ചെടുത്ത് ഇല്ലേ പറയുന്ന പോലെ മുഖത്തൊക്കെ വാരി തേക്കുവാണ്. എൻ്റെ മുഖത്തെ കുരുക്കളും കുണ്ടുകളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറ്റ് തള്ള തയ്ക്കത്തില്ല ഗൈസ്. ആ മൂക്കിൻ്റെ അവിടുത്തെ കണ്ടോ ക്രോസ് കണ്ടോ? എല്ലാവരും പറയുന്നു കഷ്ടകാലം കൂടുള്ളതുകൊണ്ടാന്ന്. എൻ്റെ കൂടെ ഏത് കഷ്ടകാലം പോലും പേടിച്ചു. പലരും മൂക്ക് കണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അത് കൂടപ്പറപ്പിനെ പോലെ കൂടുണ്ട്. പിന്നെ അതൊക്കെ കുറച്ച് വലിച്ച് വാരിയിട്ട് നോക്കിയേ എൻ്റെ മുഖത്ത് മുഴുവൻ കറുപ്പാണ് കഴിച്ച്. പിന്നെ കുറച്ച് ബുട്ടി അടിക്കണ്ടേ നമുക്ക്, ജീവിച്ച് പോകണ്ടേ. മീശയൊക്കെ കിളിച്ചിട്ടുണ്ട്. കണ്ടോ മീശ രണ്ടിനെ അതും പഠിച്ച് കളയണം. എന്തോ പറയാൻ. നമ്മുടെ ഈ പെണ്ണുങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളല്ല, എന്തൊക്കെ നോക്കിയാലും പിരികം മടിക്കണം, മീശ പഠിക്കണം, അവിടെ ഇവിടെ എല്ലാം പഠിക്കണം. പിന്നെ വേണ്ട കുറച്ച് സ്റ്റോക്ക് ക്രീമൊക്കെ വരുതി. ഇത് പുരട്ടി അങ്ങോട്ട് റോസാവും എന്നൊക്കെയാണ് പറയണത്. നോക്കട്ടെ. ഇത് ഞാൻ ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ. എല്ലായിടും ഒന്ന് ചുമന്ന് തുടുക്കട്ടെന്ന് വിചാരിച്ച കുറച്ച് പുരട്ടിക്കൊണ്ട് പോകുന്നതേ. അതുകൊണ്ട് ഈ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ യൂട്യൂബിൽ ഓരോന്നൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് കാണിക്കുന്നതാണ്. അല്ലാണ്ട് ഇതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കുറച്ച് റോസ് കളറുണ്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഗൈസ്? കുറച്ച് റോസ് കളറൊക്കെ ഉണ്ട്. പൊട്ടിയിട്ട പോലെ നോക്കാണ്ട് വലിച്ചു വാരി ഓരോന്നൊക്കെ വലിച്ചു വാരി തേക്കുക. എൻ്റെ വീട്ടിലെല്ലാം എപ്പോഴും പറയും ക്യാൻസർ വരും, അത് വരും എന്നൊക്കെ. നമുക്ക് ആകെപ്പാടെ ഒരു ജീവിതമേ ഉള്ളൂ. എല്ലാം വലിച്ചു വാരി ഇട്ട് ഇനിയും കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടണം, പിരിക ഇടണം, കണ്ണെഴുതണം, അതൊക്കെ തന്നെയുള്ളൂ ഗൈസ്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതൊക്കെ വാരിയിട്ട് ഇതൊക്കെയുള്ള എൻ്റെ മുടി കണ്ട് എല്ലാം പോയി ഗൈസ്. ഇപ്പം നമുക്ക് പോകാമായിരുന്നിനി. ഇതൊക്കെ എല്ലാം വലിച്ച് കയറ്റി, ചാക്കും വലിച്ച് കയറ്റി. ഇതൊക്കെ എങ്ങനെ നനയ്ക്കാനെന്നറിയാം. നടരാജനയല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം. വേണ്ട, ഞാൻ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. നമുക്ക് നടരാജനേ ഉള്ളൂ. എന്തൊരു വെയിലെന്നറിയാം. യൂറോപ്പെന്ന് പേരെയുള്ള സമ്മറായി സമയത്ത് നമുക്ക് വേർത്ത് കുളിക്കുന്നുണ്ട്. ഒരു അമ്മച്ചി പട്ടിയും കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കുമാണ് വില, മനുഷ്യന് വിലയൊന്നും ഇല്ലെന്ന്. വലിയൊരു വണ്ടി പോകുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. വേഗം വേഗം നടന്ന് പോയി കഴിഞ്ഞാൽ വേഗം വേഗം എത്തും. എന്തോരം കാറുകളാണ് പോകുന്നുണ്ടോ. കാറൊക്കെ പോകുമ്പോൾ കൊതി വരും. നമ്മളീ നടന്നു പോകുന്ന സമയത്ത് പലചരക്കടയിൽ പോയിട്ട് സാധനം മേടിക്കാൻ പോലെ മീനൊക്കെ മേടിക്കാൻ പോലെ നാട്ടിൽ പോകുന്ന പോലെ നമ്മളിവിടെ പലചരക്കടയിലൊക്കെ സാധനം മേടിച്ചിട്ട് തോളയിട്ടുണ്ട് വരുന്ന ബംഗാളികൾ തന്നെ. ഇത് കണ്ടോ പലതരം സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്നുണ്ട്. 9 ക്യാരറ്റോ 18 ക്യാരറ്റ് എന്നൊക്കെ ഇവർ പറയുന്നത്. ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, ഉടുപ്പുകളൊക്കെ ഷോപ്പ്. പക്ഷേ നമ്മുടെ കൈ പൊള്ളും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. 100 യൂറോയും 200 യൂറോയും ഒക്കെ നമ്മളെപ്പോഴുള്ള അത്തപ്പാവികൾക്കൊന്നും മേടിക്കാൻ പറ്റത്തില്ലെന്ന്. കണ്ടോ പലതരം കാറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടുപോയത്. ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ നോക്കുക. ആ കാണുന്ന ബിൽഡിങ്ങാണ് എൻ്റെ ബാങ്ക്. ഇതാണ് എൻ്റെ ബാങ്ക്. AIB എന്ന് പറയും. ഇതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടല്ല കയറി അങ്ങ് ചെന്ന് അവിടെ ഇരിക്കുന്ന അവന്മാരുടെ അടുത്ത് കുസ്തി പിടിക്കാനൊന്നും പറ്റത്തില്ല. അവിടെ ഒരു അണ്ണൻ ഇരിപ്പുണ്ട്. ആ അണ്ണൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ 2 മെഷീൻ കണ്ടു. ഈ 2 മെഷീനിൽ കൊണ്ട് നമുക്ക് പൈസ എടുക്കാം, പൈസ ഇടാനും അയക്കാനും ഒക്കെ. പിന്നെ ആ അണ്ണനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ AIBയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ ഞാൻ ഒരാളുടെ അക്കൗണ്ടിലോട്ടാക്കി അയച്ചു കൊടുത്തു. അപ്പോൾ ബൈ. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ബാങ്കും കാര്യങ്ങളും. അടുത്ത വീഡിയോ കാണുന്നവരെ